Hi friends, Fayhas Kitchen and Vlogs വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് തായ്ലാൻഡ് വെറൈറ്റി ആയിട്ടുള്ള തായ് പിങ്ക് പേരക്കയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല മധുരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതിന് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു പേരക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണയായി കാണുന്ന നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന പേരക്ക മരത്തെ പോലെ വളരെ ഉയരത്തിൽ വളരാതെ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉയരത്തിലാണ് ഇതിൻ്റെ ചെടികൾ വളരുന്നത്. പിന്നെ അതുപോലെ 1.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഈ ഒരു പേരക്കയ്ക്കുണ്ട്. വർഷത്തിൽ എപ്പോഴും ഇതിൻ്റെ മരത്തിൽ പൂക്കൾ ഉണ്ടാവുകയും പിന്നെ അതുപോലെ കായ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക സീസണൊന്നും ഈ ഒരു പേരക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വർഷം മുഴുവനും കായ്ക്കുമെന്ന് പറയാൻ കാരണം. പിന്നെ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ മരമായി പോകാതെ ചെറിയ മരത്തിൽ തന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് കയ്യെത്തും ദൂരത്ത് നിന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട്സുകൾ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകുന്ന തൈകൾ, അതായത് ഡോർഫ്, നല്ല രീതിയിലുള്ള ഹൈബ്രിഡ് തൈകൾ ചോദിച്ച് തന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങണം. ഇപ്പോൾ നമ്മൾ പല ഫ്രൂട്ട്സിൻ്റെ തൈകളും നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ചോദിച്ച് തന്നെ വാങ്ങുക. ഡോർഫ് തൈകളോ അല്ലെങ്കിൽ ഹൈബ്രിഡ് തൈകളോ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ് ചെയ്ത തൈകൾ, എയർ ലെയറിങ് ചെയ്ത തൈകൾ, ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എന്നീ രീതിയിലുള്ള തൈകൾ ചോദിച്ച് തന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങണം. അല്ലാതെ ഏതെങ്കിലും ഒരു തൈകൾ കൊണ്ടുവന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ച് അത് വലിയ മരമായി നമുക്കതിൽ നിന്നും ഫ്രൂട്ട്സ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവുകയും അതിൽ നിന്നും പിന്നെ കിളികളും മറ്റ് ജീവികളും കഴിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെടികളെ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് പ്രൂണിങ് ചെയ്ത് ചെടികളെ അധികം ഉയരത്തിൽ പൊങ്ങാതെ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അതായത് കയ്യെത്തും ദൂരത്തു നിന്നും പഴങ്ങൾ പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഇനം തൈകൾ നമ്മൾ ചോദിച്ച് തന്നെ കടകളിൽ നിന്നും വാങ്ങിക്കണം. പിന്നെ അതുപോലെ പേരയുടെ തൈകൾ നടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മാവിൻ തൈകൾ നടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 100% നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം മാവിൻ തൈകൾ നടണമെന്ന്. അപ്പോൾ അത്രത്തോളം സൂര്യപ്രകാശം നമ്മുടെ പേരക്കയുടെ കാര്യത്തിൽ വേണമെന്നില്ല. ഇപ്പോൾ ഒരു 50-50, അതായത് ഇപ്പോൾ ഒരു 50% സൂര്യപ്രകാശം പിന്നെ ഒരു 50% ഷെയ്ഡുമുള്ള സ്ഥലമായാലും പ്രോബ്ലം ഒന്നുമില്ല. മാവിൻ തൈകൾക്ക് കിട്ടുന്ന അത്രക്കും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പോലും നല്ലതുപോലെ നമുക്കിതിൽ നിന്നും റിസൾട്ട് കിട്ടുന്നതാണ്. പേരക്ക സാധാരണയായി 20 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പേരക്ക. പേരക്കയിൽ വൈറ്റമിൻ സി, ഇ, എ എന്നിവ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഓറഞ്ചിനേക്കാൾ 4 ഇരട്ടി വൈറ്റമിൻ സിയും പിന്നെ അതുപോലെ 3 ഇരട്ടി പ്രോട്ടീനും പൈനാപ്പിളിനേക്കാൾ 4 ഇരട്ടി നാരുകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൂപ്പർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം, ഡയബറ്റിക്, പിന്നെ അതുപോലെ ഉദര രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ നല്ലൊരു റെമഡി ആയിട്ട് നമുക്ക് ഈ ഒരു പേരക്ക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് പേരക്ക. ഇപ്പോൾ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു റെമഡി ആയിട്ട് നമുക്ക് പേരക്ക ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിർബന്ധമായി നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കേണ്ട ഒരു ഫ്രൂട്ടിൽ പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് പേരക്ക. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നല്ല തൈകൾ നോക്കി നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക. പിന്നെ അതുപോലെ അല്പം പോലും വേസ്റ്റ് ഇല്ലാത്ത ചുരുക്കം ചില പഴങ്ങളിൽ പെടുന്ന ഒന്നാണ് പേരക്ക. അപ്പോൾ ഒരു ചെടിയിൽ നിന്നും 1-ാം വർഷം മുതൽ നമുക്കൊരു 10 മുതൽ 15 കിലോ വരെ പേരക്ക ലഭിക്കുന്നതാണ്. അതുപോലെ 2-ാം വർഷം മുതൽ 20 മുതൽ 25 കിലോ വരെയും 3-ാം വർഷം മുതൽ ഒരു 25 മുതൽ 30 കിലോ വരെയും ഫ്രൂട്ട് നമുക്ക് ഒരു മരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകതയൊക്കെ ഈ ഒരു പേരക്കയ്ക്കുണ്ട്. അതുപോലെ തന്നെ പേരക്കയുടെ നല്ല വളർച്ചയ്ക്ക് വളരെ നല്ലത് നീർവാർച്ചയുള്ള മണ്ണാണ്. പിന്നെ അതുപോലെ പേരക്കയ്ക്ക് നല്ലതുപോലെ വളം കൊടുക്കണം. ഇപ്പോൾ ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് നല്ലതുപോലെ വളം നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ നല്ലതുപോലെ നനച്ചു കൊടുത്തിരിക്കണം. ചെടി ചെറുതായിരിക്കുന്ന സമയത്ത് മാസത്തിൽ 2 പ്രാവശ്യം നമുക്ക് വളം കൊടുക്കാവുന്നതാണ്. പിന്നെ അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ 1.5 മാസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്തു കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇതിൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ഇനം തൈകൾ നോക്കി വാങ്ങണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എയർ ലെയറിങ് ചെയ്ത തൈകളാണ് എപ്പോഴും നല്ലത്, തിരഞ്ഞെടുക്കാൻ നല്ലത്. എയർ ലെയറിങ് അതായത് പതിവയ്ക്കൽ ചെയ്തിട്ടുള്ള തൈകളാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ തൈകൾ നടുന്ന സമയത്ത് നല്ലൊരു കുഴി എടുക്കണം. അതായത് ഒരു 3 അടി നീളവും 3 അടി വീതിയും പിന്നെ അതുപോലെ തന്നെ ഒരു 2 അടി താഴ്ചയുമുള്ള നല്ലൊരു കുഴി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചകിരി കമ്പോസ്റ്റ്, പിന്നെ അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഡോളോമൈറ്റ്, പിന്നെ അതുപോലെ ചാണകപ്പൊടി, അല്ലെങ്കിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, എന്നിവ എടുക്കുക. എന്നിട്ട് കുഴി എടുത്തിട്ടുള്ള സമയത്ത് എടുത്ത മണ്ണുമായിട്ട് ചകിരി കമ്പോസ്റ്റ് തുല്യ അളവിൽ മിക്സ് ആക്കുക. അതായത് 1:1 എന്നുള്ള റേഷ്യോയിൽ ഇപ്പം ചകിരിച്ചോറും പിന്നെ അതുപോലെ തന്നെ മണ്ണും നല്ലതുപോലെ മിക്സ് ആക്കിയിരിക്കണം. എന്നിട്ട് ഈ ഒരു കൂട്ട് നമ്മൾ കുഴിയിലേക്ക് തന്നെ ഫില്ലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു 1/2 കിലോ ചാണകപ്പൊടി, പിന്നെ അതുപോലെ ഡോളോമൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ pH കറക്റ്റാക്കാൻ വേണ്ടിയാണ്. അതൊരു 200 ഗ്രാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡോളോമൈറ്റിന് പകരം നമുക്ക് കുമ്മായം ചേർക്കാവുന്നതാണ്. എന്നാൽ കുമ്മായം ഡയറക്റ്റായിട്ട് ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് കൊടുക്കരുത്. കുമ്മായം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുഴിയെടുത്ത് അതിൽ കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറ് മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് നിറച്ചതിന് ശേഷം നമ്മൾക്ക് തൈകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് കുമ്മായം ഇട്ട് കഴിഞ്ഞ് കുഴിയെടുത്ത് കുമ്മായം ഇട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ കുഴിയിലേക്ക് നമ്മൾ തൈകൾ വെക്കാൻ പാടുള്ളൂ. എന്നാൽ ഡോളോമൈറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടുത്തത് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതുപോലെ എല്ലുപൊടി എന്നിവ 200 ഗ്രാം വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം എന്നിട്ട് ഈ ഒരു കുഴിയുടെ നടുവിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ഇതിൽ വേണം നമ്മൾ തൈകൾ നട്ട് പിടിപ്പിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വളം വിൽക്കുന്ന കടകളിൽ നിന്നും വാങ്ങിയിട്ട് നമ്മൾ ഇതും കൂടി നമ്മൾ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്പിടുത്തം ഉണ്ടാകുവാനും ഇതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ബലം കിട്ടുവാനും മരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ താഴ്ഭാഗത്ത് തന്നെ കായ്കൾ ഉണ്ടാകുവാനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഹ്യൂമാസിഡ് എന്ന് പറയുന്ന ഈ ഒരു ജൈവവളമാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജൈവവളം കൂടി നമ്മൾ നിർബന്ധമായിട്ടും ചെടികൾക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ചെടികൾക്ക് ചേർത്ത് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 3 ml എടുക്കുക. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 3 ml നല്ലതുപോലെ മിക്സ് ആക്കുക ഈ ഹ്യൂമാസിഡ് എന്ന് പറയുന്ന ഈ ഒരു ജൈവവളം. എന്നിട്ട് ഓരോ ചെടികൾക്ക് വീതം 200 ml വീതം ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഇതിൻ്റെ വേരുകൾ നല്ല ശക്തിയോട് കൂടി വളരുവാനും പിന്നെ അതുപോലെ ഇതിൻ്റെ തൈകൾ ചീഞ്ഞു പോകാതിരിക്കാനും ധാരാളം പഴങ്ങൾ പെട്ടെന്ന് കായ്ക്കുവാനും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചെടുത്തിട്ടുള്ള സ്ലറിയും പേരയ്ക്കയ്ക്ക് വളരെ നല്ലതാണ്, നല്ല ഒരു വളമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളങ്ങളും പേരയ്ക്കയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായിട്ട് പേരയ്ക്കയിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് മീലി ബഗ്സ് പിന്നെ അതുപോലെ കായ്ച്ചകളുടെ ആക്രമണമാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം നമുക്ക് വളരെ നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കായ്ച്ചകളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ പഴങ്ങളെല്ലാം തന്നെ ഒരു കവറുകൾക്കുള്ളിൽ പ്രത്യേകം കവറുകൾക്കുള്ളിൽ കെട്ടിവെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അതായത് എപ്സം സാൾട്ട് നമുക്ക് പേരക്ക ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്സം സാൾട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വേരുകൾക്കുണ്ടാകുന്ന ഫംഗൽ പ്രോബ്ലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് എപ്സം സാൾട്ട്. പിന്നെ അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ NPK വളം ചേർത്ത് കൊടുക്കുക. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം ചേർത്ത് കൊടുക്കുക. ഇതും നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടകളിൽ ലഭ്യമാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള നല്ല വെറൈറ്റി പഴവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.